നോർമൽ ഒരു ഓഫീസ് ജോബിൻ്റെ ഇൻ്റർവ്യൂ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് അതെന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ റോ ആയിട്ടൊരു കാൻഡിഡേറ്റ് പോയി അറ്റൻഡ് ചെയ്യുന്നതും നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നതും തമ്മിൽ ഡെഫിനറ്റ്ലി ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഈ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ്? കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് പല ലാംഗ്വേജ് സംസാരിക്കുന്ന പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒരു മസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. പിന്നെ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ ഹിന്ദി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഈ മേഖലയിൽ. ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ? പല കൺട്രീസിലേക്കും അവർ ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ എയർലൈൻ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്കൊരു അക്കോമഡേഷൻ കൊടുക്കും, അവിടുന്ന് അവരെ ഡ്യൂട്ടി ടൈമിന് പിക്ക് ചെയ്യും, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ജോബിന്റെ രീതികൾ പോകുന്നത്. ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പങ്ക്ച്വാലിറ്റി വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇല്ലാത്തതും ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ, ബോയ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹെയർ നീട്ടി വളർത്തുക, അവരുടെ ഒരു സ്റ്റൈല്. അപ്പൊ അതൊന്നും ഇതിൽ പറ്റില്ല. അതുപോലെ ടാറ്റൂയിങ്. ഇപ്പൊ ടാറ്റു വിസിബിൾ ഏരിയാസിലൊന്നും നമുക്ക് ടാറ്റൂസ് പാടില്ല. അതെ, അത് റൂളാണ്. എല്ലാവരും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഏവിയേഷൻ പഠിക്കണം, എന്നിട്ട് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്രത്തോളം പഠിച്ചാലാണ് ഏവിയേഷനിൽ പോകാൻ പറ്റുക? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുറേ ഡൗട്ടുകളുണ്ട് പലർക്കും. ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും ജെന്യുവൻ ആയിട്ടുള്ള കുറേ ഉത്തരങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഉത്തരങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ തന്നെ നമ്പർ 1 തന്നെ പറയാം, ബെസ്റ്റ് ഏവിയേഷൻ കോഴ്സ് ചെയ്യുന്ന നമ്മുടെ കൊച്ചിയിലുള്ള Cloud9 ഏവിയേഷൻ അക്കാദമിയുടെ അമരക്കാരിയാണ് നമ്മുടെ കൂടെയുള്ളത്. പാർവതി മാം, നമസ്കാരം. നമസ്കാരം. എന്തായാലും കുറച്ച് സമയം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു സംസാരങ്ങൾ മുമ്പോട്ട് പോവാം. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ എത്ര വർഷമായി നമ്മുടെ Cloud9 നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 2006-ലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 years ആയി ഇൻഡസ്ട്രിയിൽ. അതെ, കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഏവിയേഷൻ അക്കാദമീസ് ഒക്കെ വന്ന് തുടങ്ങുന്ന ടൈമിൽ നമ്മളിവിടെ എനിക്ക് തോന്നുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ആണ്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണ് ആ ഒരു 2006 ഉണ്ടായിരുന്നത് കൊച്ചിയിൽ. അപ്പോൾ അതിലൊരെണ്ണമാണ് Cloud9. ശരിക്കും അന്ന് തുടങ്ങുന്ന ടൈമിൽ ആക്ച്വലി ഇപ്പോഴാണ് ഏവിയേഷനൊക്കെ ട്രെൻഡ് ആയേക്കുന്നത്. ഒരു ലാസ്റ്റത്തെ ഒരു 6-7-8 ഇയേഴ്സിലാണ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്ന് പറയുന്ന ആ ജോലിയുടെ കൂട്ടത്തിൽ ഏവിയേഷനും കൂടി വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 വർഷമായിട്ടുള്ളൂ കോമൺ ആയിട്ട്. മറ്റേത് ആർക്കും അറിയില്ല എങ്ങനെ അങ്ങോട്ട് എത്തുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ആ തുടങ്ങിയ ടൈമിലൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത്യാവശ്യം തുടങ്ങിയ സമയത്തും എനിക്ക് തോന്നുന്നു നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. പക്ഷെ ടോട്ടലി ഒരു അവയർനെസ് ആൾക്കാർക്ക് കുറവാണ് ഇങ്ങനെയുള്ള കോഴ്സുകളെ പറ്റി. കൂടുതലും ആൾക്കാർ ഈ ഒരു +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ വളരെ കുറച്ച് കുട്ടികളാണ് ഇങ്ങനെയുള്ള കോഴ്സുകളോട് താല്പര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി സെർച്ച് ചെയ്തൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ ഏവിയേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി അങ്ങോട്ടേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏവിയേഷൻ ആസ്പിറൻ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ഫസ്റ്റ് അവർ തന്നെ അവർക്കൊരു അവയർനെസ് ഉണ്ടാവണം, നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ആപ്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് തന്നെ സെൽഫ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂ ആവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണം. അതിനൊരു മിനിമം ഹൈറ്റ് റിക്വയർമെൻ്റ് ഉണ്ട്. നമ്മുടെ BMI കറക്റ്റ് ആയിരിക്കണം, അതായത് ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ സെൽഫ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BMI കാൽക്കുലേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതാണ് ക്യാബിൻ ക്രൂവിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ചോദിക്കട്ടെ, ഇപ്പം ക്യാബിൻ ക്രൂവിലേക്ക് വരാനുള്ള ഹൈറ്റ് മാക്സിമം എത്രയാണ് വേണ്ടത്? ഇപ്പം ഒരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 157, അതായത് 5.2 അതാണ് മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് വരുന്നത്. ബോയ് ആണെങ്കിൽ 170 ആണ് മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് വരുന്നത്. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണ്ടത്? BMI കറക്റ്റ് ആയിരിക്കും. BMI എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടൊരു കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിപ്പം മിക്കവാറും എല്ലാ എയർലൈൻസിലും, നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിലൊക്കെ ഒരു 18-25 ആണ് BMI. അപ്പോൾ അതിനിടയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യുന്നതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. അത് 27-ൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ജോബിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഇത് നമ്മളിപ്പോൾ ക്യാബിൻ ക്രൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പറഞ്ഞത്.
അതിനുശേഷം പിന്നെ ഇതല്ലാതെ വേറെ മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ്. ഓരോ എയർലൈനും വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയും. അപ്പം അതിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെക്ക് ഇൻ കൗണ്ടേഴ്സിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്റ്റാഫൊക്കെ ഇതുപോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ കാർഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാർഗോ എക്സിക്യൂട്ടീവായിട്ട്, അതുപോലെ എയർലൈൻ സെക്യൂരിറ്റി, അങ്ങനെയുള്ള ജോബുകൾ, റാമ്പ് എക്സിക്യൂട്ടീവ്, അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ റിസർവേഷൻ, ടിക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50% ഒന്നും അറിയാത്തവരുടെ ഉള്ളിൽ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റിനകത്ത് ജോലി കിട്ടുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ പലരും എൻ്റെ മോൾക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു ഇതില്ല, ഹൈറ്റ് ഇല്ല, അപ്പോൾ ഫ്ലൈറ്റിനകത്ത് ജോലി കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൽ തന്നെ വേറെ മറ്റു പല മേഖലകളും കൂടിയുണ്ട്. അതിന് ഈ ഹൈറ്റും ഇതൊക്കെ വിഷയമാണോ? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫിന് കുറച്ചും കൂടെ റിലാക്സ് ആണ്. ഈ ഹൈറ്റ് റിക്വയർമെൻ്റ് ഒക്കെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്. അപ്പം ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഈ ഗ്രൗണ്ട് റിലേറ്റഡ്, അതായത് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ ഹൈറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് റൂൾ ആയതുകൊണ്ടാണ്. ഇപ്പോൾ എയർലൈൻ്റെ ഒരു റിക്വയർമെന്റ് ആണ്. അത് അതിൻ്റെതായ റീസൺസും ഉണ്ട്. ഇത് ഒരിക്കലും എന്താ പറയുക, ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോസിറ്റീവായിട്ട് എടുത്ത് പറയുന്നത് നമ്മൾ. കാരണം ഹൈറ്റ് ഇല്ലാന്ന്, ഹൈറ്റ് കുറഞ്ഞു പോയി എന്നുള്ളൊരു കാരണത്താൽ എനിക്ക് അത് കിട്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന കുട്ടികളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്യാബിൻ ക്രൂ ഒന്ന്, അത് മാത്രമല്ല മറ്റു പല മേഖലകളും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ഉപകാരപ്രദമാണ്. ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ക്യാബിൻ ക്രൂ മാത്രമല്ല. ഇപ്പം നമ്മളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല കുട്ടികളും വന്ന് ഹൈറ്റ് കുറവാകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അവരോട് പറയണം ഹൈറ്റ് ഒരു മാറ്ററാണ്. അപ്പോൾ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അവർക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്, ഓപ്പണിങ്സ് കുറവായിരിക്കും. ഇപ്പം പ്രൈവറ്റ് ജെറ്റുകളൊക്കെ ഉണ്ടല്ലോ, പ്രൈവറ്റ് കമ്പനീസിൻ്റെ. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികളെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അവർ അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, അതായത് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അതിന്. ഒരു ബേസിക് വിദ്യാഭ്യാസം എത്ര വേണ്ടേ ഏവിയേഷൻ പഠിക്കാൻ വരാനുള്ള? ഇപ്പം കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷനാണ് ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പം കുറച്ച് നാൾ മുന്നേ വരെ ആണെങ്കിൽ നമുക്ക് +2 ബേസിലുള്ള കുട്ടികളെ എയർലൈൻസ് എടുത്തിരുന്നു. പക്ഷേ ഇപ്പം മിക്കവാറും എല്ലാ എയർലൈൻസും അതുപോലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസൊക്കെ ഗ്രാജുവേഷനാണ് മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വേണം. അതിനുശേഷം ഏത് മേഖലയിൽ വർക്ക് ചെയ്യാനാണെങ്കിലും അതെ, ക്യാബിൻ ക്രൂ ആണെങ്കിൽ +2 മതി. ക്യാബിൻ ക്രൂവിന് കയറാനാണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കയറാം. ഈ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ്? നമുക്കറിയാമല്ലോ, ഇപ്പോൾ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരെ പല സ്ഥലത്തു നിന്നുള്ള, ഇവൻ കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് പല ലാംഗ്വേജ് സംസാരിക്കുന്ന പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒരു മസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. പിന്നെ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ ഒരു അതർ ലാംഗ്വേജ് കൂടി, അതായത് ഹിന്ദി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡൊമസ്റ്റിക് എയർലൈൻസൊക്കെ ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് അതുപോലെയുള്ള എയർലൈൻസിൽ പോകുമ്പോൾ ഹിന്ദിയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതാണ് നമ്മളിപ്പം ട്രെയിനിങ് സെൻറ്റേഴ്സിലൊക്കെ ഇപ്പം നമ്മളാണെങ്കിലും ട്രെയിൻ ചെയ്യിക്കുന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ട്രെയിനിങ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പഠിച്ചിറങ്ങുന്ന ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഒരുപാട് ഏവിയേഷൻ അക്കാദമീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോബ് കിട്ടുമോ എന്നൊരു ടെൻഷനും കൂടിയുണ്ട്. ഇത്രയും പേര് ഒരുമിച്ച് പഠിച്ചിറങ്ങേണ്ടത്, ഇതിന് മാത്രം ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഇവരുടെ ഉള്ളിൽ തോന്നലുണ്ട്. അത് എന്താ പറയാനുള്ളത്? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് എന്നുള്ളപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നത് എന്തുകൊണ്ടാണ്? അതിനധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് എയർ ട്രാൻസ്പോർട്ടിൽ 3rd ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ, ആഫ്റ്റർ USA ആൻഡ് ചൈന. അപ്പോൾ അത്രയും ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും എയർപോർട്ട്സ് ആണെങ്കിലും പുതിയ എയർക്രാഫ്റ്റ്സ് ആണെങ്കിലും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ടാറ്റ ഗ്രൂപ്പ്, ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ വിസ്താര. അപ്പോൾ ഈ 2 എയർലൈൻസും കൂടി ഇപ്പോൾ കറൻ്റ്ലി അവരൊരു 470 പുതിയ എയർക്രാഫ്റ്റിന് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിഗോ ഒരു 500 പുതിയ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ഇത്രയും എയർക്രാഫ്റ്റ് വരുമ്പോൾ അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ്
ഇതിന് ക്രിയേറ്റ് ചെയ്യുന്നത്. എയർലൈൻസ് മാത്രമല്ല, ഇപ്പോൾ എയർപോർട്ട്, നമ്മളിപ്പോൾ കൊച്ചിൻ എയർപോർട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എയർലൈൻ കമ്പനീസ് മാത്രമല്ല, അല്ലാതെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് കുറേ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പുതിയ ഹയറിങ് എല്ലാ മാസവും തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് അതിന് സ്യൂട്ടബിളായിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഏവിയേഷൻ മേഖലയിലേക്ക് പെൺകുട്ടികൾ കൂടുതൽ വരുന്നത്, ബോയ്സ് കുറവും വരുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? ബോയ്സ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ തന്നെ ഒരു ചിന്തയാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡിമാൻഡാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മമാരാണല്ലോ ഗസ്റ്റ് വരുമ്പം അവരെ മീറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഗേൾസിനാണ് കൂടുതൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി മൈൻഡഡ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു തോന്നലുകൊണ്ടായിരിക്കാം. ആണ്. പിന്നെ ബോയ്സ് കുറവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ബോയ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ ക്യാബിൻ ക്രൂസ് ആയിട്ടും എയർപോർട്ടിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ക്ലൗഡ്9 അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാനെങ്കിൽ എനിക്ക് ഇന്ത്യയിലല്ലാതെ വിദേശത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? വിദേശത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയുന്നുണ്ട്, ഫസ്റ്റ് നമ്മളിവിടെ നാട്ടിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആവുക. ഒരു 1 or 2 years നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് വിത്ത് അവർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് വിദേശത്തേക്ക് ജോബിന് പോകാം. ഈവൻ ഫ്രഷേഴ്സായിട്ട് ഇപ്പോൾ നമ്മുടെ പല കുട്ടികളും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാരൻസൊക്കെ ഗൾഫിലും അതുപോലെയൊക്കെയുള്ള കുട്ടികൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കയറുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കയറാം. അപ്പം ഒരു അയാട്ട പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനും കൂടിയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ക്യാബിൻ ക്രൂ അല്ലാതെ ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫായിട്ടൊക്കെ കയറുന്ന കുട്ടികൾക്ക് അതിൽ നിന്നൊരു പ്രൊമോഷൻ പോലെയോ അല്ലെങ്കിൽ മുകളിലോട്ട് കയറാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും. അതെങ്ങനെയായിരിക്കും? ഓരോ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് നമുക്ക് കരിയർ ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഒരുപാടുള്ളൊരു ഫീൽഡാണിത്. അതായത് നമ്മൾ കയറുന്നത് ഒരു എൻട്രി ലെവൽ ജോബിലായിരിക്കും. ലൈക്ക് ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഏജൻറ്റ് CSA എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ ജോബിലായിരിക്കും നമ്മൾ കയറുന്നത്. അതിലൊരു 1 year നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഗ്രേഡിലേക്കുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻറ്റേർണലി അവരൊരു ടെസ്റ്റ്, ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ അത് ജോബ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഗ്രേഡിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഓരോരോ ഗ്രേഡുകളായിട്ടും, പിന്നെ സൂപ്പർവൈസറി പോസ്റ്റ്, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് അങ്ങനെ ഇവൻ എയർപോർട്ട് മാനേജർ വരെ നമുക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ മാം. പിന്നെ പല രക്ഷാകർത്താക്കളുടെയും ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്, ഒരു ഏവിയേഷൻ ജോലിക്ക് വേണ്ടി ഒരു കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇത് ചിലപ്പോൾ പലരും പറയുന്നുണ്ടാവില്ല, പലരും ചോദിക്കാൻ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മുമ്പിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കണം. ഇത് ഏതൊരു അച്ഛനമ്മയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ടെൻഷനാണ്. തങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഈ മേഖലയിൽ. ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ ഈ ഒരു മേഖലയിൽ എന്നുള്ളൊരു ചോദ്യം പലരുടെയും ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാനൊരു അക്കാഡമി ഹെഡ് എന്നുള്ള നിലയിൽ ഞാൻ പല പ്രാവശ്യം ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത് പല പാരൻസിൻ്റെ കയ്യിൽ നിന്നും. അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളീസിന് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ വീട് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ സേഫ് ആണോ എന്നുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം അവരൊരു ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആയി പല കൺട്രീസിലേക്കും അവർ ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ എയർലൈൻ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അവർക്കൊരു അക്കോമഡേഷൻ കൊടുക്കും, അവിടുന്ന് അവരെ ഡ്യൂട്ടി ടൈമിന് പിക്ക് ചെയ്യും, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും, പിന്നെ അവർ ഏത് കൺട്രിയിലാണോ പോകുന്നത് അവിടുന്ന് അവരെ പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ജോബിൻ്റെ രീതികൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു ചിന്തയെ വേണ്ട, കംപ്ലീറ്റ്ലി സേഫാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മാം, പണ്ട് കാലത്ത് കുറച്ച് മുമ്പ് തൊട്ട് ഏവിയേഷൻ കോഴ്സ് പഠിക്കാതെ കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാനും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് പേർക്ക് അവരുടെ കഴിവുകൾ വെച്ചിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്, അവരുടെ അപ്പിയറൻസും ഇതെല്ലാം വെച്ച് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് അതാണ്,
ഒരു ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബിന് പോകുന്നത് അതിൻ്റെ ആവശ്യകതയുണ്ടോ അങ്ങനെ ഒരു കോഴ്സിൻ്റെ? നേരത്തെ പല കാൻഡിഡേറ്റ്സും ഒരു കോഴ്സ് ചെയ്യാതെ, അതായത് ഗ്രാജുവേഷൻ പോലെയുള്ള നമ്മളുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സുകൾ അത്ര ഫെമിലിയർ അല്ല, അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് സ്റ്റാഫ് ആവണമെന്ന് സ്വന്തമായിട്ട് ഇഷ്ടം തോന്നി അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് അവർക്കപ്പം ഓപ്ഷൻസ് ഇല്ല, ഇങ്ങനൊരു അക്കാഡമിയോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കും സ്വയമായിട്ട് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം കാൻഡിഡേറ്റ്സ് അത് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഒരു നോർമൽ ഒരു ഓഫീസ് ജോബിൻ്റെ ഇൻ്റർവ്യൂ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് അതെന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ റോ ആയിട്ടൊരു കാൻഡിഡേറ്റ് പോയി അറ്റൻഡ് ചെയ്യുന്നതും നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നതും തമ്മിൽ ഡെഫിനറ്റ്ലി ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും, എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ എന്ത് ടൈപ്പ് ഓഫ് ജോബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം. ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇൻഡിഗോയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു റൗണ്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് അവരൊരു ടോപ്പിക്ക് കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റോ ആയിട്ട് പോകുന്നൊരു കാൻഡിഡേറ്റ് ആകുമ്പോൾ എന്താണ് ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എങ്ങനെ അതിൽ പോയിൻറ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ നമ്മളതിൽ ഇനിഷ്യേറ്റ് ചെയ്യണം, എങ്ങനെ അത് ക്ലോസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ നമ്മൾ എലിമിനേറ്റ് ആയി പോകും, നമ്മൾ ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഇൻഡസ്ട്രി പറയുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിപ്പം നമ്മളുടെ ഫേഷ്യൽ മേക്കപ്പ് മുതൽ ഹെയർ സ്റ്റൈലിംഗ്, നമ്മളെ ഡ്രസ് കോഡ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള ഓവറോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതാണ് കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ഈ ജോലി അത് വേറെ സെക്ഷനായിട്ട് കൂട്ടാം നമുക്ക്. അല്ലാതെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് സെൽഫായിട്ടൊരു എക്സ്ട്രാ കോൺഫിഡൻസ്, അതെന്താണത്? അത് നമ്മളൊരു ലൈഫ് സ്കില്ലാണ് ശരിക്കും ഇത്. ഇപ്പം ചില കുട്ടികൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവർ ഉണ്ട്, റെയറായിട്ടാണെങ്കിലും വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിക്കും വേണ്ടി മാത്രമല്ല നമ്മളുടെ ഓവറോൾ ലൈഫിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവല്, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്, ഹൈജീൻ, അങ്ങനെ ഓവറോൾ നമ്മൾ ആ ഒരു കുട്ടിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വരും. അപ്പോൾ അത് നമുക്ക് ഇൻഡസ്ട്രിക്ക് നമ്മുടെ ജോബ് പേർപ്പസിന് വേണ്ടി മാത്രമല്ല നമ്മളുടെ ലൈഫിലാണ് ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് ഏത് ഫീൽഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് അത് ഷൈൻ ചെയ്യാൻ പറ്റും അവിടെ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഏവിയേഷൻ കോഴ്സിന് വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ട സംഭവങ്ങൾ നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. ഒരു ഏവിയേഷൻ കോഴ്സിന് വരുന്നൊരു കുട്ടിക്ക് ഒരിക്കലും പാടില്ലാത്ത ഒരു 2-3 ക്വാളിറ്റികൾ പറയാമോ? പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പങ്ക്ച്വാലിറ്റി വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇല്ലാത്തതും ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പങ്ക്ച്വാലിറ്റി മസ്റ്റാണ്. അപ്പോൾ കുട്ടികൾ പലരും ലേറ്റായിട്ട് ക്ലാസ്സിൽ വരുന്നതും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്, ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇവൻ ബോയ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹെയർ നീട്ടി വളർത്തുക, അവരുടെ ഒരു സ്റ്റൈല്, അപ്പോൾ അതൊന്നും ഇതിൽ പറ്റില്ല. അതുപോലെ ടാറ്റൂയിങ്, നമ്മൾ ടാറ്റു ചെയ്യുമല്ലോ, അപ്പോൾ ടാറ്റു വിസിബിൾ ഏരിയാസിലൊന്നും നമുക്ക് ടാറ്റൂസ് പാടില്ല. അതുപോലെ യൂണിഫോം ഇട്ടാൽ വിസിബിൾ ആവുന്ന ഇപ്പോൾ കൈ, നെക്ക് അതുപോലെയുള്ള ഭാഗങ്ങളിലൊന്നും ടാറ്റു മാർക്സ് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. റൂളാണത്. അതെ, അത് റൂളാണ്. പിന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതൽ ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ ആൾക്കാർ നമ്മൾ ഒരുപാട് പാസഞ്ചേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും, അവരോട് പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും, അവരോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ തീരെ സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ജോലിയിൽ കയറിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ നന്നായി സംസാരിക്കും, നമ്മുടെ ആക്ടിവിറ്റി ഭയങ്കര ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ
അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ ആ സ്റ്റാഫിന് ഉണ്ടാവും? ഡെഫിനറ്റ് ആയിട്ടും. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് ജോബ് എടുക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, നമ്മളുടെ സാലറി റിവിഷൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നത് ഐ തിങ്ക് എവറി 5 ഇയർ കൂടുമ്പോഴായിരിക്കും അല്ലേ? 5 ഇയർ ഒക്കെ കൂടുമ്പോഴാണ് സാലറി റിവിഷനും അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ വരുന്നത്. പക്ഷേ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു കുട്ടി കയറി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇവൻ ആഫ്റ്റർ 6 months അതിന് നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പ്രൊമോഷൻ കിട്ടും. ഓ, ഓക്കെ ഓക്കെ. നമ്മുടെ പല കുട്ടികളും അങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ പെർഫോമൻസിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പം എത്രത്തോളം നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതും സാധാരണ പാരൻസിനും ജനറൽ പബ്ലിക്കിനും ഉള്ള ഒരു ഡൗട്ടാണ്. ആഫ്റ്റർ മാരേജ് നമുക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഈ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പ്രത്യേകിച്ചും ക്യാബിൻ ക്രൂവിനാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു എയർലൈനും അങ്ങനെ ഒരു റൂൾ ഇല്ല. കല്യാണം കഴിഞ്ഞാലും ഈവൻ ആഫ്റ്റർ ഡെലിവറി ഓൾസോ യു ക്യാൻ കണ്ടിന്യൂ. അത് നമ്മുടെ പല കുട്ടികളും ഇപ്പം ഡെലിവറി കഴിഞ്ഞും നമ്മൾ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ Cloud9 അക്കാഡമിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് അക്കാഡമീസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കമൻറ്റുകളും നമ്മുടെ സൈറ്റിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവാണ്. നല്ല റേറ്റിംഗ് ഉണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ. എനിക്കൊന്ന് ഒരുപാട് മൗത്ത് പബ്ലിസിറ്റി തന്നെയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ അവരവരുടെ നാട്ടിലുണ്ടായിട്ടും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കോഴ്സ്, ആ കോഴ്സിൽ വരുത്തിയേക്കുന്ന പ്രത്യേകതകളൊക്കെ എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി സിസ്റ്റം ആണോ, എന്താണ്? നമുക്ക് അതാണ് വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെൻറ്റ്, പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെൻറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ഇവൻ ബിഗിനിങ് മുതൽ മെജോറിറ്റി സ്റ്റുഡൻസിനെയും നമ്മൾ പ്ലേസ് ചെയ്യും. അതിപ്പം പല പല എയർലൈൻസിലും, ഇപ്പോൾ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇപ്പോൾ നമ്മൾ എവിടേക്ക് ട്രാവൽ ചെയ്താലും മിക്കവാറും എല്ലാ എയർലൈൻസിലും എയർപോർട്ടിലും നമുക്കൊരു കുട്ടിയെങ്കിലും കാണാൻ പറ്റും, നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിനെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രെയിനിങ് നോക്കുവാണെങ്കിലും നമ്മൾ ട്രെയിനേഴ്സൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പോഷറുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. ഇനി മാമിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, മാം ഇതുപോലൊരു കോഴ്സ് ചെയ്യാതെ ജോലി കിട്ടിയ ഒരാളാണ് പണ്ട്. അതെങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ എൻ്റെ പാരൻസൊക്കെ ഗൾഫിലായിരുന്നു. ഇപ്പം നാട്ടിലാണ്, സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഞാനൊരു വെക്കേഷന് വേണ്ടിയിട്ട് പോയതാണ് അവിടെ. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എയർപോർട്ടിൽ നടക്കുന്നുണ്ട്, സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പോയിട്ട് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യാം, അങ്ങനെ പോയിട്ട് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സെലക്റ്റഡ് ആയി. അപ്പം ഈ കോഴ്സ് പഠിക്കാത്തത് കൊണ്ട് നമുക്കൊരു 3 months ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പം കൂടുതലും കോഡ്സാണ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മോണിറ്ററിലൊക്കെ കോഡുകളാണ്. ഇപ്പോൾ സിറ്റിക്കാണെങ്കിലും എയർലൈൻസിൻ്റെ ആണെങ്കിലും ഒക്കെ കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഒരു ഐഡിയ ഇല്ല, എന്താണ് ഈ കോഡ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ ഓവറോൾ നമുക്കൊരു ട്രെയിനിങ്ങിന് ശേഷമാണ് നമുക്കൊരു ജോബിലേക്ക് ഫുള്ളി നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റിയത്. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ്. അതെ, ഞാനൊരിക്കലും ആഗ്രഹിക്കാതെ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളാണ്. ഒന്ന് മാത്രമല്ല, ഇപ്പൊ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാഡമിയുടെ ഹെഡായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ള കുട്ടികൾക്കും അതെ ഷെയർ ചെയ്യുന്നു. ഓക്കെ മാം, എന്തായാലും ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് നമ്മുടെ അടുത്ത പ്രോഗ്രാംസ്? നമ്മളിപ്പം വേറെ കോഴ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കൊച്ചിയിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ പല സ്ഥലത്തും പഠിച്ചിറങ്ങിയ കുട്ടികൾ പലരും ജോബില്ലാതെ നടക്കുന്ന സിറ്റുവേഷൻസ് പലരും നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഷോർട്ട് ടേം ഒരു ലൈക്ക് പോളിഷിംഗ് പോലെയുള്ളൊരു കോഴ്സ്, ഒരു മാക്സിമം ഒരു 3 months ഡ്യൂറേഷനിലുള്ളൊരു കോഴ്സ്. അവർ ഓൾറെഡി ഏവിയേഷൻ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ട് അവരെങ്ങനെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പ്ലേസ്മെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. ഇപ്പോൾ നമുക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എയർലൈൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് മാത്രമായിരിക്കുമല്ലോ, പല പല അക്കാഡമിയിൽ നിന്ന് അവിടെ കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പിള്ളേരുണ്ടാവും. അപ്പോഴും ഒരു ടെൻഷനുണ്ട്, ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതകൾ അങ്ങനെ 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 കുറച്ച് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിളോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ക്വാളിറ്റിയിൽ തീരെ കോംപ്രമൈസ് ചെയ്യാത്തൊരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിപ്പം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണെങ്കിലും നമ്മളുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഓപ്പൺ ഇൻ്റർവ്യൂ നടന്ന സമയത്ത് 2-3 years ബാക്കാണ് 3000+ കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തത് ഒരു സിംഗിൾ കാൻഡിഡേറ്റിനെ മാത്രമാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തത്. 3000 കുട്ടികളിൽ നിന്ന് എലിമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അത് ആ കുട്ടി Cloud9 ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. നമ്മളുടെ ഇന്റേണൽ പോളിസിയുടെ ഭാഗമായിട്ട് ഞാൻ ആ എയർലൈൻ ഏതാന്ന് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ അത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു ഇന്റർവ്യൂല്. കൊച്ചിയിൽ വെച്ച് നടക്കും പറയുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള കാൻഡിഡേറ്റ്സ് വരും. ഇവൻ കേരളത്തിന് പുറത്തുനിന്നുമൊക്കെ കുട്ടികൾ അറ്റൻഡ് ചെയ്യും ഇന്റർവ്യൂ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആയ ഒരു കുട്ടി നമ്മുടെ Cloud9 അക്കാഡമിയുടെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് എന്തായാലും ഒരു റൂളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആൺകുട്ടികൾ മുടി വെട്ടണം, ഗ്രൂമിങ് സെക്ഷൻ എല്ലാം ഓക്കെ ആവണം ഒരു സ്റ്റുഡൻറ്റ് പുറത്തേക്ക് വരണമെങ്കിൽ. ഇപ്പം 3000-ഓളം പേരിൽ നിന്നൊക്കെ ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ട്രെയിൻ ചെയ്തിട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാലിക്കാതെ വരുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും മടിയന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഏത് തരത്തിലായിരിക്കും ഈ ജോബോ അല്ലെങ്കിൽ ഇത് ബാധിക്കുന്നത്? ഇപ്പം നമ്മൾ ഒരു കാൻഡിഡേറ്റ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അതിന് നമ്മൾ ചെയ്യേണ്ട കുറേ, ആസ് എ കാൻഡിഡേറ്റ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാൻഡിഡേറ്റിന് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ലാംഗ്വേജ് വൈസ് ആണെങ്കിലും ഗ്രൂമിങ് ആണെങ്കിലും ഇൻഡസ്ട്രി നോളജ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ലാംഗ്വേജ് ഇപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, പക്ഷെ സംസാരിക്കുക എന്നുള്ളത് ആ കാൻഡിഡേറ്റ് തന്നെ ചെയ്യണം. സംസാരിക്കുക, ഇപ്പം നമ്മളുടെ വെക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമ്പോൾ അത് ഡെയിലി ബേസിസിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രമാണ് നമ്മളൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുള്ളൂ. നമുക്ക് എഴുതി ഒരിക്കലും നമ്മളൊരു ലാംഗ്വേജ് പഠിക്കില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമ്പം പല സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരും പല ലാംഗ്വേജ് സംസാരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അവരൊന്നും ഒരു സ്കൂളിൽ പോയി പഠിച്ചതല്ല, അവർ പലരോടും ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്തത്. അപ്പം സംസാരിച്ച് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാർഡ് വർക്ക്, എത്രത്തോളം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യാത്തൊരു കുട്ടിക്ക് ഒരിക്കലും നമുക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റില്ല. അപ്പം കാൻഡിഡേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എനിക്കൊരു ഡൗട്ടും കൂടിയുണ്ട്, ഇത് എൻ്റെ അറിവില്ലായ്മയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ഭാഗത്തുനിന്നായിട്ട്. ഇപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോബ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഹൈദരാബാദാണ് പ്ലേസിങ് കിട്ടിയേക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എനിക്ക് എന്തെങ്കിലും അവിടെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി, അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ പല കുട്ടികളും ഇപ്പം ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന, ഇപ്പം ഇൻഡിഗോയിലൊക്കെ വർക്ക് ചെയ്ത കുട്ടികൾ ഒരു 1 or 2 years നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. അതിന് നമുക്ക് ലൈവ് എക്സാമ്പിൾസ് ഉണ്ട്. കൊച്ചിയിൽ തന്നെ നമ്മുടെ പല കുട്ടികളും പല സ്ഥലത്തു നിന്നും ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥാപനത്തിൻ്റെ ഏത് രീതി എത്രത്തോളം മികച്ചതാണെന്ന് നമ്മൾ അറിയുന്നത് ചെക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് കിട്ടിയേക്കുന്ന അംഗീകാരങ്ങളാണ്. അപ്പോൾ Cloud9നും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എന്തിൻ്റെയൊക്കെയായിരുന്നു, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്? നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ബെസ്റ്റ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഡിസ്ട്രിക്ട് വൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അവരാണ് നമ്മളെ അതിൽ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് ആലുവയിൽ വെച്ചുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ നമ്മുടെ MLA അൻവർ സാദത്ത്, അതുപോലെ MP ജബി മേത്തർ അവരൊക്കെ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കത് കിട്ടിയത്. പിന്നെ സ്റ്റേറ്റ് വൈസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ K കൃഷ്ണൻകുട്ടി സാറിൻ്റെ കയ്യിൽ നിന്നാണ്. അത് പാലക്കാട് വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം റീസെൻ്റ്ലി നമുക്ക് കിട്ടിയ അവാർഡ്സ് എന്ന് പറയുന്നത്. അംഗീകാരങ്ങൾ കിട്ടിയേക്കുന്നത് എല്ലാം മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന്റെ റെഫറൻസ് ആണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ Cloud9 അക്കാദമിയിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക്
നമ്മൾ പറഞ്ഞു കൊടുക്കുമോ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലായിരിക്കും ജോബ് കിട്ടാൻ സാധ്യത എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കും അതെല്ലാം? ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫിസിക്കൽ ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും നമുക്ക് ക്യാബിൻ ക്രൂ ആക്കാം എന്ന കുട്ടീനോട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ക്യാബിൻ ക്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അതർ ഓപ്ഷൻസ് ആയിരിക്കും, ഇപ്പോൾ ഗ്രൗണ്ടിൽ വരുന്ന അതർ ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഡെഫിനറ്റായിട്ടും നമ്മൾ ആ കുട്ടീനെ അഡ്മിഷൻ ടൈമിൽ തന്നെ പറഞ്ഞു കൊടുക്കും. ഇനി ഈ ജോബ് എടുത്താൽ ഉണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ സാധാരണ ഒരു ഓഫീസ് ജോബ് പോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ്, അതർ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. ഇപ്പോൾ നമ്മളൊരു ഏവിയേഷൻ ഏതെങ്കിലും ഒരു എയർലൈൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇപ്പം മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടാവും, അത് നമ്മൾക്കും നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനും ഉണ്ടാവും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനും വരാനും ഒക്കെയുള്ള ഫെസിലിറ്റി, ഹൗസ് റെൻറ്റ് അലവൻസസ്, അതുപോലെ തന്നെ ഫ്രീ ടിക്കറ്റ്സ്. ഇപ്പം എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഫ്രീ ആയിട്ട്, അത് ഫ്രീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എയർപോർട്ട് ടാക്സ് മാത്രമായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരുള്ളൂ. അതുപോലെ ഇയർലി നമുക്ക് സ്റ്റാഫ് ടിക്കറ്റ് ഉണ്ടാവും സബ്സിഡൈസ്ഡ് റേറ്റിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ, പുള്ളിക്കാരി എമിറേറ്റ്സിൻ്റെ സ്റ്റാഫാണ്. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു മാസത്തിലൊരു 4 പ്രാവശ്യമൊക്കെ നാട്ടിൽ വന്ന് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഗൾഫിലാണെന്ന് നമുക്ക് തോന്നാറില്ല, മിക്കവാറും നാട്ടിലുണ്ടാവാറുണ്ട്, വന്നു പോകാറുണ്ട്. അതെ അതെ, അതൊക്കെ ഭയങ്കര ഇതാണ്. അതായത് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് എക്സ്പോഷർ നമുക്ക് കിട്ടും, നമ്മുടെ നോളജ് അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ഇപ്പം ഫിലിം സ്റ്റാർസ്, പൊളിറ്റീഷ്യൻസ്, അതുപോലെ ഒരുപാട് ആൾക്കാർ. ഇപ്പം നമ്മുടെ ലുലു ഗ്രൂപ്പിൽ യൂസുഫ് അലി സാറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സാറിന് അവിടെ ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മന്ത്ലി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ അദ്നാൻ സാമി, അവരെയൊക്കെ നമുക്ക് റയറായിട്ടുള്ള കാണാൻ പറ്റുള്ളൂ. ആൻഡ് വൺസ് മൈക്കിൾ ജാക്സൺ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, ഒമാനിലുണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ അന്ന് പുള്ളി അവിടുത്തെ ഒരു മോളിൽ കൂടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നടന്നു, വലിയ പ്രശ്നം, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, അവരുമായിട്ടൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ, അതിപ്പോൾ നമുക്ക് വേറൊരു ജോബിലും കിട്ടുന്നതല്ല. അപ്പം അതൊക്കെ ഇതിൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ആണ്. എന്തായാലും താങ്ക് യു. എന്തായാലും കുറച്ച് നേരം കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് തന്നത്. എന്തായാലും നമ്മുടെ ക്ലൗഡ്9 അക്കാദമിയിലൂടെ ഇനിയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വേൾഡ് മൊത്തം എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.